ഇതാണ് കുളച്ചേമ്പെന്ന് പറയും. കുളച്ചേമ്പെന്ന് പറയുന്നത് കൊട്ടച്ചേമ്പെന്ന് പറയും, കുളച്ചേമ്പെന്ന് പറയും. ഇത് കാണാൻ ചെറുതായിരിക്കും തൈ, പക്ഷേ ഇത് കണ്ടമാനം കിഴങ്ങ് പിടിക്കും. കണ്ടമാനം എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടയ്ക്ക് പിടിക്കാമെന്നാണ് പറയുന്നത്, ഒരു മൂടിനകത്ത്. ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. ഇതാണ്ട തൈ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇത്രേ ഉണ്ടാകത്തുള്ളൂ കിഴങ്ങ്. കിഴങ്ങ് കുറച്ച് വലിപ്പം ഉണ്ടാവും. ഇത് മുളച്ച് ഇതിപ്പോൾ വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് മുളയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മുള വരുന്നത്. അപ്പോൾ ഇങ്ങനെ വച്ച് പിടിപ്പിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ഇടയ്ക്ക് എല്ലാം മുളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഇല ഇങ്ങനെ വരത്തുള്ളൂ. കുളച്ചേമ്പെന്ന് പറയുന്നത്. കുളച്ചേമ്പെന്ന് പറയും, കൊട്ടച്ചേമ്പെന്ന് പറയും. പലയിടത്തും പല പേരാണ്. ഇത് കണ്ടമാനം പിടിക്കും. മറ്റേ ചേമ്പ് പോലെയല്ല. ഇതിങ്ങനെ ചെറുതായിട്ടേ ഉണ്ടാകത്തുള്ളൂ, പക്ഷെ കണ്ടമാനം ഉണ്ടാവും. ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ ചേമ്പിൻ്റെ യഥാർത്ഥ ഇത് മഴ കാരണം ഒരു രക്ഷയില്ല. എല്ലാം എന്തോ മഴ പെയ്ത് കംപ്ലീറ്റ് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മരം മുറിച്ചായിരുന്നു. മരം മുറിക്കാൻ വന്നവർ ഇതിൻ്റെ പുറത്തൊക്കെ വെട്ടിയിട്ടിട്ട് പോയി. കണ്ടില്ലേ, കിടക്കുന്ന തോല് കണ്ടില്ലേ. ഈ കൃഷിയെക്കുറിച്ച് അറിയത്തില്ല ആൾക്കാർക്ക്. അറിയാത്ത ആൾക്കാരാണ്. കൃഷി ഒന്നാമത് മുതലാവുന്ന കേസല്ല. ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. കുറച്ച് വെച്ചാൽ മതി. ഒരു 10 മൂടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇത് വെച്ചിരിക്കുന്നുണ്ട്. മഴ പെയ്യുമ്പം മണ്ണൊക്കെ ഇറങ്ങിയിട്ടേ ഇത് നന്നായിട്ട് പിടിക്കും. വളർന്നു വരുന്നതാണ്. ഇതിന് ഈ കൊട്ടച്ചേമ്പ്, കുളച്ചേമ്പ് എന്ന് പല പേരും പറയാറുണ്ട് ആൾക്കാർ. പക്ഷെ ഇതിൻ്റെ തൈയൊക്കെ ഇതാണ്, ഇങ്ങനെയാണ് വളർന്നു വരുന്നത്. ചെറിയ മൂടായിരിക്കും. ഇതിൻ്റെ കായും അങ്ങനെ ചെറുത്, വലിയ കിഴങ്ങായിരിക്കത്തില്ല, ചെറിയ കിഴങ്ങായിരിക്കും. ഇത് എല്ലാം മുളച്ച് തുടങ്ങിയതേ ഉള്ളൂ. കുറേ ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇതിൻ്റെ ഇല കുറച്ചുകൂടെ വലിപ്പം കാണത്തുള്ളൂ. സാധാരണ ചേമ്പിൻ്റെ അത്രയ്ക്കൊന്നും കാണത്തില്ല. ഞാനിവിടെ ഒരു 10-20 മൂടിന് പുറത്ത് വെച്ചായിരുന്നു. ഈ മരം മുറിക്കാൻ വന്ന ആൾക്കാർ ചെയ്ത പണികളാണ്. അവർ മരങ്ങളൊക്കെ ഇതിൻ്റെ പുറത്തോടെ വെട്ടിപ്പറക്കിയിട്ടിട്ടങ്ങ് പോയി. ഇനി എല്ലാം പറക്കി മാറ്റണം. നല്ല മുളച്ച് വരുന്നു.